സുഹൃത്തുക്കളെ, വായിൽ എണ്ണ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 10 ഗുണങ്ങൾ ഉണ്ട്. ഇതിനെ ആയുർവേദത്തിൽ ഗണ്ടൂഷം എന്ന് വിളിക്കുന്നു. ഓയിൽ പുള്ളിംഗ് എന്ന പേരിൽ ഇത് മിക്കവർക്കും അറിയാവുന്നതാണ്. വായിൽ എണ്ണ നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ 10 ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ ഗുണം, താടിയെല്ലിന് നല്ല ബലം ഉണ്ടാകും. മിക്ക ആൾക്കാർക്കും വാർദ്ധക്യമാകുന്ന സമയത്ത് എല്ലിന് ശക്തി ക്ഷയിക്കുന്നതാണ്. പക്ഷേ ഈ രീതിയിൽ നമ്മൾ എണ്ണ കവിൾ കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വാദം ശമിക്കുകയും അതുമൂലം എല്ലിന് ബലം കൂടുകയും ചെയ്യും. രണ്ടാമത്തെ ഗുണം, സ്വരം ഗംഭീരമാകും, സ്വരമാധുര്യം ഉണ്ടാകും. അതേപോലെ തന്നെ ശരിയായിട്ടുള്ള സ്വരം നമ്മൾക്ക് ഉണ്ടാകുകയും ചെയ്യും. ചില ആൾക്കാരുടെ സ്വരം കർക്കശമായിട്ടുള്ള സ്വരമായിരിക്കും, അത് കുറച്ചുകൂടി മധുരമായിട്ടുള്ള ഒരു സ്വരമായിട്ട് മാറും. 3, മുഖം പുഷ്ടിപ്പെടും. പലരും ആഗ്രഹിക്കുന്നത് വളരെ നല്ല സുന്ദരമായിട്ടുള്ള മുഖം ഉണ്ടാകാനാണ്. എന്നാൽ പലർക്കും ഒട്ടിയ മുഖവും അതേപോലെ തന്നെ ഒട്ടിയ കവിളുകളും ചുളിവുള്ള മുഖവും ഉണ്ടാകും. എന്നാൽ ഇതേ രീതിയിൽ നമ്മൾ ദിവസവും വായിൽ എണ്ണ നിർത്തുന്ന സമയത്ത് മുഖം വളരെയധികം പുഷ്ടിപ്പെടും. അതുകൂടാതെ മുഖത്ത് ചുളിവ് ഉണ്ടാകുകയില്ല. വാർദ്ധക്യം തീണ്ടാത്ത മുഖത്തിന് ഏറ്റവും നല്ല ഒരു ഉപായമാണ് ഈ രീതിയിലുള്ള ഗണ്ടൂഷം അല്ലെങ്കിൽ വായിൽ എണ്ണ നിർത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. സുന്ദരമായിട്ടുള്ള മുഖം ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീ പുരുഷനും ഇതേ രീതിയിൽ വായിൽ എണ്ണ നിർത്തുന്നത് ഒരു ശീലമാക്കണം. മുഖത്ത് തേയ്ക്കുന്ന യാതൊരുവിധ രാസവസ്തുക്കൾക്കും ഈ കഴിവില്ല എന്ന് അറിയണം. അതുകൂടാതെ രാസവസ്തുക്കൾ എപ്പോഴും വിഷമാണ്. അത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മുഖത്തിൻ്റെ സെല്ലുകൾ എല്ലാം മരിക്കും. അപ്പോൾ കൂടുതൽ മുഖത്ത് വാർദ്ധക്യം ഉണ്ടാകും. നമ്മൾ അകത്ത് കഴിക്കുന്ന കാര്യങ്ങൾ മാത്രമേ മുഖത്തിന് പുറത്തും പുരട്ടാവൂ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. 4, എല്ലാ രസങ്ങളും നമ്മൾക്ക് വളരെ ഭംഗിയായിട്ട് രുചിച്ചറിയാൻ സാധിക്കും. ഭക്ഷണത്തിൽ 6 രസങ്ങളുണ്ട് എന്ന് നമ്മൾക്ക് അറിയാം. മധുരം, പുളി, ഉപ്പ്, കയ്പ്, ചവർപ്പ്, എരിവ്, ഇവയാണ് ആ 6 രസങ്ങൾ. ഇവയെ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പലരും ഇന്ന് പറയുന്ന ഒരു പ്രശ്നം ആഹാരത്തിന് രുചിയില്ല, രുചി അറിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതേ രീതിയിൽ തൈലം നമ്മൾ മുഖത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും എല്ലാ രുചികളെയും വളരെ ഭംഗിയായിട്ട് അറിയാൻ സാധിക്കും. അതുകൂടാതെ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ടാകും. ഭക്ഷണത്തിന് രുചിയില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് കൂടി ഭക്ഷണത്തിൻ്റെ രുചിയെ വളരെ ഭംഗിയായിട്ട് അറിയാൻ സാധിക്കും. ശരീരത്തിൽ ദോഷങ്ങൾ കെട്ടിക്കിടക്കുന്ന സമയത്താണ് നമ്മുടെ ഭക്ഷണത്തിന് രുചിയില്ലാത്തതായിട്ട് നമ്മൾക്ക് തോന്നുന്നത്. എന്നാൽ നല്ല വിശപ്പും അതേപോലെ തന്നെ ശരീരത്തിലെ ദോഷങ്ങളും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും വിരസമായിട്ടുള്ള ഭക്ഷണം കൂടി വളരെ രുചികരമായിട്ട് അനുഭവപ്പെടുന്നതാണ്. അതുകൂടാതെ തൊണ്ട ഉണങ്ങില്ല. പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് തൊണ്ട വരളുക എന്നുള്ള കാര്യം. എന്നാൽ ഇതേപോലെ തന്നെ നമ്മൾ തൈലം നമ്മളുടെ വായിൽ നിർത്തുകയാണെങ്കിൽ ഒരിക്കലും തൊണ്ട വരളില്ല. 5ാമത്തെ ഗുണം, ഒരിക്കലും നമ്മുടെ ചുണ്ട് വിള്ളുകയില്ല. പലരും ചുണ്ട് വിള്ളലിന് ചുണ്ടിൽ പലതരത്തിലുള്ള പെട്രോളിയം പ്രോഡക്റ്റും ഉപയോഗിക്കാറുണ്ട്. അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ദിവസവും വായിൽ നമ്മൾ എണ്ണ നിർത്തുകയാണെങ്കിൽ ഒരിക്കലും നമ്മളുടെ ചുണ്ട് വരളില്ല. അതുകൂടാതെ ചുണ്ടിന് സ്വാഭാവികമായിട്ടുള്ള സൗന്ദര്യം നിൽക്കുകയും ചെയ്യും. ചുണ്ട് വിള്ളാതിരിക്കാൻ നാഭിയിൽ അല്ലെങ്കിൽ പൊക്കിളിൽ 2 തുള്ളി എണ്ണ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചുണ്ട് ഒരിക്കലും വിള്ളുകയില്ല എന്നുള്ള കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. തണുപ്പ് കാലത്ത് ചുണ്ട് വിള്ളുന്ന സമയത്ത് നിങ്ങൾ പൊക്കിളിൽ അല്ലെങ്കിൽ നാഭിയിൽ എണ്ണ തേക്കുക. പിന്നെ ഒരിക്കലും ചുണ്ട് വിള്ളില്ല. 6, പല്ല് കൊഴിയില്ല, പല്ല് ഇളകില്ല. ഇന്ന് മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പല്ലിളക്കം, അതേപോലെ തന്നെ പല്ല് പെട്ടെന്ന് കേടുവരിക തുടങ്ങിയ രോഗങ്ങൾ. പല്ലുറിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉപായം എന്ന് പറയുന്നത് ഗണ്ടൂഷമാണ്, അല്ലെങ്കിൽ വായിൽ എണ്ണ നിറയ്ക്കുന്നതാണ് എന്ന് ആയുർവേദം പറയുന്നു. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് വാതം കൊണ്ടാണ്. 80-ൽ പരം രോഗങ്ങൾ അതുമൂലം ഉണ്ടാകും. വാതത്തെ ശമിപ്പിക്കാൻ എണ്ണയാണ് ഏറ്റവും നല്ല ഉപായം, അല്ലെങ്കിൽ തൈലമാണ് ഏറ്റവും നല്ല ഉപായം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പല്ലുറയ്ക്കാനോ പല്ല് ഇളകാതിരിക്കാനോ ഒരു മരുന്നും ലോകത്തിൽ എവിടെയും ഇല്ല. എന്നാൽ ഇതേ രീതിയിൽ നിങ്ങൾ തൈലം വായിൽ കവിൾക്കൊള്ളുകയാണെങ്കിൽ പല്ല് ഇളകാതെ
അതേപോലെ തന്നെ പല്ല് പൊഴിയാതെ നമുക്ക് സംരക്ഷിക്കാവുന്നതാണ്. 7ാമത്തെ ഗുണം, ഒരിക്കലും പല്ലുവേദന ഉണ്ടാകുകയില്ല. വായിൽ ഇതേപോലെ തന്നെ നമ്മൾ തൈലം നിർത്തുകയാണെങ്കിൽ ഒരിക്കലും പല്ലുവേദന എന്ന രോഗം നമ്മൾക്ക് ഉണ്ടാകില്ല. അതുകൂടാതെ പല്ലിന് കേട്, പല്ലിൻ്റെ പുഴുക്കടി തുടങ്ങിയ രോഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. ചിലർക്ക് മോണ ഇറങ്ങുക എന്ന അസുഖം ഉണ്ടാകും. കൂടുതൽ പല്ല് പുറത്ത് കാണാൻ തുടങ്ങും. ആ രോഗത്തിനും ഇത് വളരെ നല്ലതാണ്. പല്ലുവേദനയുള്ള രോഗികൾ ദിവസവും തൈലം വായിൽ നിർത്തുകയാണെങ്കിൽ അവരുടെ പല്ലിന് ഒട്ടും തന്നെ വേദന ഉണ്ടാകില്ല. 8. പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് പല്ല് പുളിക്കുക എന്നുള്ളത്. അതിന് അവർ പലതരത്തിലുള്ള പേസ്റ്റുകളും ഉപയോഗിക്കും. എന്നാൽ അതിനേക്കാളും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള കാര്യമാണ് ഈ തൈലധാരണം. ആയുർവേദത്തിൽ പല്ലിളക്കത്തിനും പല്ല് ഉറയ്ക്കുന്നതിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉപായം എന്ന് പറയുന്നത് ഈ ഗണ്ടൂഷം അല്ലെങ്കിൽ തൈലധാരണമാണ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പല്ല് പുളിക്കുക എന്ന അസുഖം പരിപൂർണമായിട്ടും മാറുന്നതാണ്. 9. ഇതേ പ്രയോഗം തന്നെ തലവേദനയ്ക്കും വളരെ നല്ലതാണ്. മിക്കവാറും വേദനകൾ ഉണ്ടാകുന്നത് വാതകോപം കൊണ്ടാണ്. എന്നാൽ ഇതേ രീതിയിൽ തൈലം മുഖത്ത് ധാരണം ചെയ്യുന്ന സമയത്ത് അത് തലവേദനയ്ക്കും വളരെയധികം ഉപകാരപ്രദമായിട്ട് മാറുന്നതാണ്. 10. തല വിറയ്ക്കുന്ന ഒരു അസുഖമുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ട്. അവർക്ക് ഇത് വളരെയധികം ഫലപ്രദമാണ്. ഇനി എങ്ങനെയാണ് തൈലഗണ്ടൂഷം ചെയ്യേണ്ടത് എന്ന വിധി പറയാം. ശരിയായിട്ട് പറയുകയാണെങ്കിൽ ആവശ്യത്തിന് എണ്ണ എടുത്തതിന് ശേഷം അതിനെ ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം വായിൽ 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ പിടിച്ചിരിക്കണം. എന്നാൽ ഇന്ന് എണ്ണയ്ക്ക് വളരെയധികം വില കൂടുതലാണ്. അതിനാൽ നമ്മൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ എണ്ണ വായിൽ നിർത്തിയതിന് ശേഷം ബാക്കി നമ്മൾ ചൂടുവെള്ളം വായിൽ നിർത്തുക. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുന്ന സമയത്ത് എണ്ണ ചൂടാകുകയും ചെയ്യും. അതുകൂടാതെ ഗണ്ടൂഷത്തിൻ്റെ ഫലം കുറെയെല്ലാം കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എണ്ണയുടെ ചെലവ് നമ്മൾക്ക് കുറയ്ക്കാൻ സാധിക്കും. ഒരു കാരണവശാലും കടയിൽ നിന്ന് കിട്ടുന്ന എണ്ണകൾ, പാക്കറ്റിൽ നിന്ന് കിട്ടുന്ന എണ്ണകൾ ഒന്നും തന്നെ ഇതിന് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പുള്ള ആട്ടിയ എണ്ണ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഒരു കാരണവശാലും പാക്കറ്റിൽ കിട്ടുന്ന എണ്ണകൾ ഇതിന് ഉപയോഗിക്കാതിരിക്കുക. അത് ഗുണങ്ങൾക്ക് പകരം ദോഷമായിരിക്കും തരിക. ഇതിനെപ്പറ്റി എല്ലാം കൂടുതൽ അറിയാൻ ബി ഹെൽത്തി ബി ഹാപ്പി എന്ന വീഡിയോ സീരീസ് ഈ ചാനലിലുണ്ട്. അത് നിങ്ങൾ കാണുക. ഇന്ന് കിട്ടുന്ന എണ്ണകൾ മിക്കതും മായം ചേർത്തതാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനാൽ ശുദ്ധമായിട്ടുള്ള ആട്ടിയ എണ്ണ മാത്രമേ ഇതിന് ഉപയോഗിക്കാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.